ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കത് സന്തോഷമാണോ? ആണല്ലേ? ആണെങ്കിൽ പറയാവുന്ന ചില വാക്കുകൾ ആമേൻ എന്നും ഹല്ലേലൂയ ഒക്കെയാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സന്ദേശം ഇന്ന് നിങ്ങളുടെ മധ്യേ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ നമുക്ക് ചോദിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ നാമത്തിൽ കൂടി വന്ന് ഒന്നിച്ചായിരിക്കാൻ ഞങ്ങൾക്ക് ഇന്നുള്ള ഈ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നില്ല. കർത്താവെ, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഇന്ന് കർത്താവെ, ഏതൊരു മാനുഷികമായിട്ടുള്ള മീറ്റിങ്ങിലാണെങ്കിൽ പോലും കർത്താവെ, ജനത്തെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു അജണ്ട ഉണ്ട്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അജണ്ട ഞങ്ങളുടെ ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കണം, അത് നടക്കണം. ഇന്ന് വ്യക്തിപരമായിട്ട് ഞങ്ങളത് ചോദിക്കുന്നു, ഞങ്ങളന്ന് ചോദിക്കുന്നു. സഭയിലെ ഓരോരുത്തർക്കായിട്ട് ഞങ്ങളത് ചോദിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നിശ്ചയമായും നടക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ അനുവദിക്കുന്നു, ഞങ്ങൾ അങ്ങേ അനുവദിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യേ ശക്തമായിട്ട് ശുശ്രൂഷിച്ചാട്ടെ, ശക്തമായിട്ട് ശുശ്രൂഷിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങ് ആഗ്രഹിക്കുന്നത് നടക്കണം, അങ്ങ് ആഗ്രഹിക്കുന്നത് നടക്കണം. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവെ, ഞാൻ ഇഷ്ടപ്പെടുന്നതിലും ഞാൻ ആഗ്രഹിക്കുന്നതിലും ഉപരിയായിട്ട് ഇന്ന് അങ്ങയുടെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നടക്കണം. സഭയിലെ മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞാട്ടെ, കർത്താവെ, ഇന്ന് ഈ സഭയിൽ കടന്നു വന്നിരിക്കുന്ന ഓൺലൈനായിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അജണ്ട നടക്കണം. ഹല്ലേലൂയ. ഇതൊരു പാഴ് സമയമല്ലല്ലോ, എന്നാൽ ഇത് വലിയൊരു പ്രസൻസിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. ഇന്ന് നിരാശയോടുകൂടെ, പ്രത്യാശയില്ലാതെ, ഒരു പദ്ധതിയുമില്ലാതെ ഇന്ന് ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു സമയമായിട്ട് ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതം മാറുന്ന സമയമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. ഹല്ലേലൂയ. രാഹുൽ എന്നുള്ള പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. താങ്കളുടെ ജോലി സംബന്ധമായിട്ട് കർത്താവ് പുതിയത് ചിലത് ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ലിൻസ് എന്നുള്ള പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. കർത്താവ് വെളിപ്പെട്ട് താങ്കളുടെ ജീവിതത്തിൽ ചില ബ്രേക്ക് ത്രൂസ് കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവ്, ഈ സമയത്ത് ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആമേൻ. കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ആരിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല. ഹല്ലേലൂയ. ഇത്ര വലിയ ദൈവത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടില്ലെങ്കിൽ പിന്നെ ചുറ്റുമുള്ള ആരിൽ നിന്നും ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടില്ല. നാം കാലങ്ങളായിട്ട് അല്ലെങ്കിൽ അല്പ ദിവസങ്ങളായിട്ട് പ്രത്യേകമായിട്ട് ശേഷിപ്പിനെ കുറിച്ച് നാം പഠിക്കുകയായിരുന്നു. ഞാൻ അതിൽ തന്നെ ചില ചിന്തകൾ ഇന്ന് തുടരുവാനായിട്ട് ആഗ്രഹിക്കുക. സെഫന്യാവിൻ്റെ 30 മിനിറ്റിനകത്ത് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം പറയാൻ എന്നെ ശക്തിപ്പെടുത്തണേ കർത്താവെ. ഞാനാണെങ്കിൽ സമയത്തിന് നിർത്താത്തതിന് നട്ടോറിയസ് ആയിട്ട് വരുവാണ്. കർത്താവ് എന്നെ സഹായിക്കണം. സെഫന്യാവ് 3:12 നമുക്ക് വായിക്കാം. സെഫന്യാവ് 3:12. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഈ വാക്യത്തിനകത്ത് ദാരിദ്ര്യം എന്നുള്ള വാക്ക് അത് തെറ്റായിട്ടുള്ള മലയാള തർജ്ജമയാണ്. അത് പ്രധാനമായിട്ട് മീക്ക് ആൻഡ് ഹംബിൾ, താഴ്മയെക്കുറിച്ച് അത് അവിടെ പറയുന്നത്. അവിടെ ശേഷിപ്പിനെ കുറിച്ച് പറയുക. സെഫന്യാവ് 3:12. ശേഷിപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ദൂതുകൾ നമ്മൾ കേട്ടു. ദൈവം ആർക്ക് വേണ്ടിയാ വരുന്നത്? ദൈവം ആരെയാ ഒന്നിച്ച് ചേർക്കാൻ പോകുന്നത്?
ശേഷിപ്പിൻ്റെതായിട്ടുള്ള ആ അടയാളങ്ങൾ നാം കാണുകയുണ്ടായി. ഇവിടെ ഈ വാക്യവും പറയുന്നത് ശ്രദ്ധിച്ചാട്ട്, ഞാൻ നിൻ്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമല്ല ഹംബിളുമായിട്ടുള്ള ഒരു ജനത്തെ ഞാൻ ശേഷിപ്പിക്കും. ദൈവമാ ശേഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് ഈ ശേഷിപ്പ് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ഫേവറും വിശ്വസതയും മുഖാന്തരമായി ശേഷിപ്പ് ഉണ്ടാകുന്നത്. അവരുടെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നത്, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. സുശേഷിപ്പിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക്, ഒരു അടയാളത്തെക്കുറിച്ച് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ റെമനന്റ്. ശേഷിപ്പിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഞാൻ ആക്ച്വലി പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ വാക്യം പറയുന്നത് ശേഷിപ്പിൻ്റെ ചില അടയാളങ്ങൾ എന്താ? അവർ താഴ്മയുള്ളവരായിരിക്കും. അവർക്ക് വളരെ വ്യക്തമാണ്, ഞങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങളുടെ കാരണം കൊണ്ടല്ല, ഞങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, എന്നാൽ കർത്താവ് നിലനിർത്തിയിരിക്കുന്നതാ, കർത്താവ് ഞങ്ങളെ ചേർത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ ഹാൻഡ് ഓഫ് ഗോഡ് എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2:10. അത് ശേഷിപ്പിനോടുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. വെളിപ്പാടിന് 2:10 പറയുന്നത്, മരണപര്യന്തം, അവസാന ഭാഗം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകും. ശേഷിപ്പിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു റിവാർഡ്, നാം അതിനെക്കുറിച്ചും എല്ലാം നാം കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ട് ഹൗ ക്യാൻ വി ബി ദ റെമനന്റ് ദാറ്റ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് ആർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ഇത് മലയാളം സർവീസിൽ മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ദൈവം ശേഷിപ്പിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ശോഷിപ്പിന് വേണ്ടിയല്ല. ഈ പണ്ടേ മലയാളം പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം ശേ എന്താ ഷോ എന്താന്നുള്ളത്. എൻ്റെ മോളിപ്പോൾ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുക. ചൊന്നായ എന്ന് എഴുതിയതിൻ്റെ തെറ്റായിട്ട് വന്നിട്ട് മാർക്ക് പോയിട്ടുണ്ട്. ചെന്നായ എന്ന് എഴുതുന്നതിന് പറയും ചൊന്നായ എന്ന്. അപ്പോൾ ഈ ശേഷിപ്പും ശോഷിപ്പും തമ്മിൽ ചെറിയൊരു ദീർഘത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ശോഷിപ്പിന് വേണ്ടിയല്ല കർത്താവ് വരുന്നത്, ശേഷിപ്പിന് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഞാൻ ശേഷിപ്പാകണമെന്ന് ഞാൻ പ്രത്യേകം താല്പര്യത്തോടെ നാം കണ്ടു, അടയാളങ്ങളെക്കുറിച്ച് നാം കണ്ടു. അത് ഞാൻ ആവേശത്തോടെ ശ്രമിച്ചില്ല എങ്കിൽ ഞാൻ ശോഷിപ്പാകും. തമാശയായിട്ട് തോന്നും, പക്ഷെ എന്നാലും അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഷേ ആണോ ഷോ ആണോ എന്ന് ചോദിച്ചേ. ഷോ ആണെങ്കിൽ ലാസ്റ്റ് ഷോ എന്ന് പറയേണ്ടി വരും. പക്ഷെ ദൈവം ഇപ്പം നമുക്ക് അവസരം തന്നിരിക്കുക ശേഷിപ്പാകാനായിട്ട്. ഹല്ലേലൂയ. കർത്താവ് തന്നിരിക്കുന്ന സമയത്തെ നാം ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നേറാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നാം ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള ലോകത്തിൽ ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു ഓപ്ഷനായിട്ടാണ് കരുതുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, വിശ്വസ്തത ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞാട്ടെ. വളരെ പെട്ടെന്ന് ബന്ധങ്ങളിൽ നിന്ന് മാറിപ്പോവുക. ഒരു പ്രശ്നം പറഞ്ഞാണ്, പാസ്റ്റർ ഐ വാണ്ട് ടു വാക്ക് ഔട്ട്, വിവാഹ ജീവിതത്തിൽ നിന്ന്. പിള്ളേരൊരു തലവേദനയാണ് പാസ്റ്റർ ആക്ച്വലി. പിന്നെ പറയും ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു, ബട്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറയും. അപ്പം ഈ വിശ്വസ്തതയിൽ നിന്നും കമ്മിറ്റ്മെൻറ്റിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും അങ്ങ് മാറി നിന്ന് അത് ഒക്കുമെങ്കിൽ ചെയ്യാൻ കഴിയുന്നതായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ തിരുവചനം അങ്ങനെ അല്ല പറയുന്നത്. തിരുവചനം നമ്മെ വിളിക്കുന്നത് വേദനയിലും വിശ്വസ്തരാകാനായിട്ടാണ് വിളിക്കുന്നത്. വലിയ രസമുള്ള വാക്യമല്ല, വലിയ രസമുള്ള രീതിയിലല്ല ഇതിൻ്റെ പോക്കെന്നാ തോന്നുന്നത്. പക്ഷേ നമ്മൾ തിരുവചനം അനുസരിച്ചുള്ള ശേഷിപ്പാകണമെങ്കിൽ നാം തിരുവചനം പറയുന്നത് കേട്ടേ മതിയാകൂ. ഹല്ലേലൂയ. എത്രമാത്രം അത് പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നാം ഡിസ്കസ് ചെയ്യാൻ പോവുക. എങ്ങനെ വിശ്വസ്തതയുള്ളൊരു ശേഷിപ്പാകാൻ കഴിയുമെന്ന് നാം കാണാൻ പോവുക. പക്ഷെ കർത്താവിൻ്റെ വിളിയുടെ നിലവാരത്തെ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് താത്താൻ പറ്റത്തില്ല. അസല അത് പറഞ്ഞു നോക്കിച്ചില്ല. പക്ഷെ പ്രാക്ടിക്കലായിട്ട് കർത്താവ് തീരെ പ്രാക്ടിക്കലല്ല. കർത്താവ് വേറെ നിലവാരത്തില്ല, നമ്മുടെ പ്രാക്ടിക്കൽ ലെവലിലേ അല്ല. അതുകൊണ്ട് കർത്താവിന് പ്രാക്ടിക്കൽ അല്ലാത്തപ്പോൾ ബി പ്രയർഫുൾ. നിന്റെ പ്രാക്ടിക്കാലിറ്റിയും കൊണ്ട് ഒക്കാത്തപ്പോഴത്തേക്കും നീ വരേണ്ടത് ഇല്ല എന്ന് പറയാനായിട്ടല്ല,
എന്നാൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം വേദനയിലും വിശ്വസ്തതയുള്ള ശേഷിപ്പാകാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത്. കാരണം എങ്ങനെയാ? നാം തിരുവചനത്തിൽ പാസ്റ്റർ ജോൺ പറയുകയുണ്ടായി, തിരുവചനത്തിൽ നാം ഇതിൻ്റെ ഒരു താളമുള്ള ഒരു രേഖ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പലപ്പോഴും കാണുന്നത്? അവിശ്വസത കാണുന്നു, അനുസരിക്കാത്ത ഒരു ജനമുണ്ട്. അതിൻ്റെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന അനുഭവത്തിൻ്റെ ഇടയിലും വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ശേഷിപ്പ്. ഹല്ലേലൂയ. ശേഷിപ്പ്, ഇത് ഓർത്തോണം. ഇത് വളരെ മലയാളം സർവീസിന് മാത്രമുള്ള എക്സ്ക്ലൂസീവ്. ശേഷിച്ചില്ലെങ്കിൽ ഞാൻ ശോഷിച്ചു എന്ന് ഓർത്തോണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചാണ്, ഞാൻ ശോഷിച്ചു പോവാണോ അതോ ഞാൻ ദൈവത്തിന് വേണ്ടി ശേഷിച്ച് നിൽക്കുവാണോ? ഹല്ലേലൂയ. വേദനയിലും വിശ്വസ്തയോടെ. ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ അദ്ദേഹത്തെ നയിച്ചു എന്നൊക്കെ പറയുകയായിരുന്നു. നല്ലൊരു ജോലി കിട്ടി പാസ്റ്റർ, അമേസിങ്. ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്നു, സാധാരണ വ്യക്തികൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഉന്നതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഇടപെടാൻ കഴിയുന്നു, ഉന്നതമായിട്ടുള്ള മേധാവികളുമായിട്ട് ഇടപെടാൻ കഴിയുന്നു. പക്ഷെ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഇച്ചിരി ഒന്ന് സമ്മാനം ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മാത്രമേ എൻ്റെ സെയിൽസ് നടക്കത്തുള്ളൂ. എനിക്കവിടെ തുടരാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ ആ ജോലി വിട്ടു. വേദനയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഈ തിരുവചനം സദൃശവാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. എന്നെ പലപ്പോഴും അത് ഗൈഡ് ചെയ്യുന്നൊരു വാക്യമാണ്. അതായത് നീ അവിശ്വാസത്തിൽ അല്ലെങ്കിൽ അന്യായത്തിൽ നേടുന്ന അധികത്തിനേക്കാളും ന്യായത്തിൽ നേടുന്ന അല്പം നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് നേടാൻ കഴിയുന്നത് മതി എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കണം. ഞങ്ങൾ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയത്ത് വിടുമ്പോഴൊക്കെ പറയും, പൊന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുള്ള മാർക്ക് നമുക്ക് വേണ്ട ചക്കരെ. നമ്മൾ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി കർത്താവ് വന്നിരിക്കുന്ന ജ്ഞാനത്തിൽ എഴുതിയിരിക്കുന്ന മാർക്ക് മാത്രം മതി. അതാണ് മാർക്ക്, അതേ ഉള്ളൂ മാർക്ക്. അത് നമ്മുടെ അകത്ത്, ശേഷിപ്പിൻ്റെ അകത്ത് വരേണ്ട ദൈനംദിന വിശ്വസ്തതയുടേതായിട്ടുള്ള ഒരു അടയാളമാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള ലാഭം എനിക്ക് മതി, എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഗുണം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് ഈ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഒന്നും മിസ്സാവത്തില്ല എന്ന് പറയുന്നില്ല, ഒരു നന്മയും മിസ്സാവത്തില്ല എന്ന് പറയുന്നുണ്ട്. നന്മ അല്ലാത്ത, നന്മയുടെ ലുക്കുള്ള ചിലതൊക്കെ അങ്ങ് പോവാൻ ഓക്കെ ആണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നന്മയൊന്നും നഷ്ടമാകത്തില്ല. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു നന്മയും നഷ്ടമാകത്തില്ലെന്ന് പറഞ്ഞാട്ടെ. നമുക്ക് എങ്ങനെ ഈ ശേഷിപ്പിൻ്റെ വിശ്വസ്തയിൽ വളരാൻ കഴിയും? ആദ്യമായിട്ട് നമ്മുടെ ഈ വിശ്വസ്തത എന്ന് പറയുന്ന അങ്ങനെ ഈ വായുവിൽ നിന്ന് വരുന്ന സാധനമല്ല. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ വിശ്വസ്തനായ ദൈവത്തെ നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഫലമാണ്. ഹല്ലേലൂയ. വിലാപങ്ങൾ 3:22-23 നമുക്കൊന്ന് വായിക്കാം. വിലാപങ്ങൾ 3:22-23 നമുക്ക് പലപ്പോഴും അറിയുന്നതായിട്ടുള്ള വേദഭാഗമാണ്. ഒരു പാട്ടൊക്കെ ഇതിനോട്, ഗ്രേറ്റ് ഈസ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും, നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം നമ്മുടെ വിശ്വസ്തതയെക്കുറിച്ച് നാം സംസാരിക്കുന്നതിന് മുമ്പാകെ നാം ആദ്യം ഈ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം അഭിമുഖീകരിക്കും. വി നീഡ് ടു എൻകൗണ്ടർ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ഒരാൾ എന്നോട് പറയുന്നു, പാസ്റ്ററെ ഒത്തിരി പറയുകയും വചനമൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അമ്മാതിരി ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് ഇത് കറക്റ്റാണെന്ന് പിടികിട്ടിയത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊള്ളെന്ന് പറയുമ്പം എനിക്ക് പണ്ട് തരിപ്പൊന്നുമില്ല എന്ന് പാസ്റ്ററെ, ഇപ്പം തരിച്ചിട്ട് നിൽക്കാൻ വയ്യ. ആക്ച്വലി അത്
സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ, എനിക്ക് വേണ്ടി ആരുമില്ല എന്ന് ചിന്തിച്ചപ്പോൾ, കർത്താവ് നെടുന്തൂണായി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം അടുത്ത തലത്തിലേക്ക് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം അഭിമുഖീകരിക്കുമ്പോഴാണ്, when we encounter his faithfulness, that is when we have the power, we take the decision. നാം വിശ്വസ്തരാകുവാനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നാം എടുക്കുന്ന അപ്പോഴാണ്. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം കാക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ ഉപേക്ഷിക്കത്തുമില്ല, തള്ളിപ്പറയത്തുമില്ല. നാം വിശ്വസ്തരല്ലാത്തപ്പോഴും ദൈവം വിശ്വസ്തരാകും. നാം അതിൻ്റെ ഒരു വാക്യം നോക്കാം. 2 തിമോത്തിയോസ് 2:13 നമുക്ക് നോക്കാം. 2 തിമോത്തിയോസ് 2:13. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ലാഞ്ഞിട്ടല്ല എന്ന് എനിക്ക് തോന്നുന്നു. കർത്താവിനറിയാം ഇതാ ഏറ്റവും ബെസ്റ്റ് സ്വഭാവം, ഇതങ്ങനെ ത്യജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വേണ്ടാത്ത സാധനമല്ലേ ത്യജിക്കേണ്ടത്, അല്ലേ? കർത്താവിൻ്റെ അപ്പുറത്തിന് നല്ല സ്വഭാവം ഒന്നും ഇല്ല. അത് കർത്താവിനറിയാം. നാം അവിശ്വസ്തരായി തീർന്നാലും ദിസ് ഇസ് ദ ബെസ്റ്റ് ഓഫ് മൈ വേർഷൻ ആൻഡ് ഹി കണ്ടിന്യൂസ് ഇൻ ദാറ്റ്. ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് സെഷൻസ് വരുമ്പോഴത്തേക്കും, മാരേജ് കൗൺസിലിംഗ് വരുമ്പോഴത്തേക്കും, ഭാര്യ ആയാലും ഭർത്താവായാലും ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, മറ്റേ ആൾ മാറണം. അതെനിക്കൊന്നും തിരുവനന്തപുരത്തിന് മാത്രം പ്രശ്നമല്ല, ലോകം മുഴുവൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം പറ്റൂല എന്ന് ആദ്യം പറയാൻ പാടില്ല കൗൺസിലർ ഒരിക്കലും. അപ്പം ആണോ, ശരിയാണല്ലോ, മാറണമല്ലോ, പക്ഷെ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ദൈവം അധികാരം തന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മാറ്റാമെന്നാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവർ മാറിയാൽ നല്ലതായിരുന്നു. തിരുവചനം പറയുന്നത് എന്താ? നാം അവിശ്വസ്തരാകുമ്പോഴും തൻ്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയാത്തവണ്ണം, അല്ലെങ്കിൽ മാറാത്തവണ്ണം ശക്തനാ ദൈവം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നാം നോക്കുമ്പോൾ ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്നെ ഈ ദൈവ സ്വഭാവത്തിൽ നിന്ന് താഴെ ഇടുന്ന ആ ഒരു സാധനം എന്തുവാ? ചിന്തിച്ചാട്ടെ. അതിൽ ദൈവത്തിൻ്റെ ജ്ഞാനം മനസ്സിലാക്കി നിങ്ങൾ അതിൽ പ്രവർത്തിച്ച് മുന്നേറാൻ തീരുമ്പോൾ, വാട്ട് ഇസ് ദാറ്റ് വൺ തിങ് ദാറ്റ് ടേക്സ് മീ ഓഫ് ഫ്രം ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്? അതെൻ്റെ ജീവിത പങ്കാളിയുടെ ആ ഒരു കുത്താണോ? അത് ആ പുച്ഛമാണോ? അല്ലെങ്കിൽ മക്കൾ എന്നെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള തോന്നലാണോ? അതോ എൻ്റെ ജോലി മണ്ഡലത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും സ്ട്രെസ്സാണോ? അതോ എനിക്ക് കുറഞ്ഞ ശമ്പളമാണെന്നുള്ള ചിന്തയാണോ? എന്തുവാ എന്നെ ദൈവ സ്വഭാവത്തിൽ നിന്ന് താഴെ ഇടുന്നത്? അത് നാം മനസ്സിലാക്കണം. കാരണം വാട്ട് വി ഡോണ്ട് ഓവർകം വിൽ ഓവർകം അസ്. നാം ജയിക്കാത്തത് നമ്മെ ജയിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവം ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദാറ്റ് ഈസ് ഹി ഈസ്, ദാറ്റ് ഈസ് ഹു ഹി ഈസ്. നാം ദൈവത്തിൻ്റെ ഈ വിശ്വസ്തത കാണുമ്പോഴാണ് നമുക്ക് അതേപോലെ പ്രതികരിക്കാൻ പറ്റുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്, ഈ മനുഷ്യ ജീവിതത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അനേക നൂറ്റാണ്ടുകളായിട്ട് സൈദ്ധാന്തികർ അല്ലെ ഫിലോസഫേഴ്സ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്തുവാ പർപ്പസ്? തിരുവനന്തപുരത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻടു 3 തിങ്സ്. 3 കാര്യങ്ങളിലേക്ക് നമുക്ക് അതിനെ ചുരുക്കാൻ കഴിയും. ഒന്ന്, ടു നോ ഹിം. തിരുവനന്തപുരത്തിന് ഉടനീളം പറയുന്നത് രക്ഷ. രക്ഷ എന്താണ്? രക്ഷ പൂർത്തീകരണമല്ല, രക്ഷ ഈ ദൈവത്തെ അറിയുന്നതിൻ്റെ ആരംഭമാണ്. ഈ ദൈവത്തെ നാം എത്ര അറിയുന്നോ നാം അടുത്ത ലെവലിലേക്ക് പോകും. ഇസ് ടു ബി ലൈക്ക് ഹിം. സോ ടു നോ ഹിം, ടു ബി ലൈക്ക് ഹിം. ദൈവത്തെ ഞാൻ അറിയുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് ദാനിയേൽ 11:32 പറയുന്നത്, തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ, എല്ലാവരുടെ കാര്യമൊന്നും പറയുന്നില്ല, അവസാനത്തെ ഭാഗമാണ് പറയുന്നത്. എങ്കിലും നിയമത്തിന് വിരോധമായ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. മറ്റു സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം,
അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പുറത്ത് നടന്നാലും ഇപ്പുറത്ത് നടന്നാലും പാസ്റ്റർ ശുശ്രൂഷ പോലെ അപ്പുറത്ത് ഇളകുന്ന സ്ഥലമുണ്ട്, പക്ഷെ നീ നിൽക്കുന്നത് ശാശ്വത പാറമേലാണെങ്കിൽ നിനക്കൊന്നും ഭയപ്പെടാനായിട്ടില്ല. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം, എനിക്ക് അറിയുന്ന ആ വ്യക്തി സർവശക്തനായ ദൈവമാണ്. അവർ ഉറച്ചു നിൽക്കും. അവർ ബഹളം ഉണ്ടാക്കുമെന്നല്ല പറയുന്നത്, അവർ വഴക്കുണ്ടാക്കുമെന്നല്ല പറയുന്നത്, അവർ അടുക്കി ഇടിക്കുമെന്നല്ല പറയുന്നത്. അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അവർ ചെയ്യേണ്ട വീര്യം അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതവിടെ പറയുന്നത്, ഞാൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു നിന്നതുപോലെ, ടു ബി ലൈക്ക് ജീസസ്, യേശുക്രിസ്തു നിന്നതുപോലെ ഉറച്ചു നിൽക്കുവാൻ അതിനെ ബലപ്പെടുത്തുകയും ചെയ്യും. അത് എൻ്റെ മിഷനെ, എൻ്റെ മിനിസ്ട്രിയെ അതിന് സഹായകരമാക്കുന്ന രീതിയിൽ അത് പൊസിഷൻ ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. സോ ദ ഗോൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന പദ്ധതികൾ, ടു നോ ഹിം, ദൈവത്തെ അറിയുക. 2, കർത്താവിനെ പോലെ ആകുക. 3, ടു ഗ്ലോറിഫൈ ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശു ക്രിസ്തു വേറെ ആരെയും മഹത്വപ്പെടുത്തിയുള്ള പിതാവിനെ മാത്രമേ മഹത്വപ്പെടുത്തിയിട്ടുള്ളൂ. ഹല്ലേലൂയ. അതാ ഈ ക്രിസ്തീയ ജീവിതം. അപ്പം നാം ഈ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നാം ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തതയിലേക്ക് വരുന്നത്. ഈ ഓരോ വാക്കിനും പലരും പല അർത്ഥം കൊടുക്കും. ചിലർക്ക് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഈ നമ്മൾ ഈ എല്ലൊടിഞ്ഞ് കഴുത്തൊക്കെ ഒടിഞ്ഞ് താഴെ വീഴുന്നത് വരെ പണിയുക എന്നുള്ളതാണ് ചിലർക്ക് ഫെയ്ത്ത്ഫുൾനെസ്. കർത്താവ് അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. ഏതൊരു കാര്യത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം, ഐ വോണ്ട് ടു എൻകറേജ് യു, സീക്ക് ഫസ്റ്റ് ഫ്രം ദ സ്ക്രിപ്ചർ. കാരണം പിശാചിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി, ദുരുപദേശം എന്ന് പറയുന്നത്, ഈ ഓരോന്നിനും ചെറിയ ചെറിയ ഡിഫറെൻറ്റ് മീനിങ് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടങ്ങ് ഇങ്ങനെ വെള്ളം ചേർത്ത് ഒരു വഴിക്ക് അങ്ങ് കൊണ്ടുപോകുന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞത് ചെയ്യാന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്താ കർത്താവ് നിങ്ങളോട് പറയുന്നത്? അതിന് നാം പ്രാർത്ഥിക്കാനിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ അറിയുമ്പോഴാണ് എനിക്ക് വിശ്വസ്തനാകാൻ കഴിയുന്നെന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഒരു സെമിനാറോ ഒരു വർക്ക്ഷോപ്പോ, ആർ യു പ്രോക്രാസ്റ്റിനേറ്റിംഗ്, ഓക്കെ 10 ടിപ്സ്, അതൊക്കെ നല്ലതാണ്. പക്ഷേ ആദ്യത്തെ കാര്യം, എ നോൺ അവോയ്ഡബിൾ നെഗോഷ്യബിൾ തിങ് ഇസ് ടു നോ ദിസ് ഗോഡ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. ഈ വിശ്വസ്തനായ ദൈവത്തെ അറിയാതെ എനിക്ക് വിശ്വസ്തനായിട്ടുള്ള ശേഷിപ്പാകാൻ കഴിയുകയില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞാട്ടെ. രണ്ടാമതായിട്ട്, ഫെയ്ത്ത്ഫുൾനെസ് റിക്വയർസ് ഫോക്കസ് ഇൻ ദ ഫയർ. എപ്പോഴാണ് സാധനം ഉഗ്രൻ ഉരുപ്പടിയാണെന്ന് മനസ്സിലാവുന്നത്? തീക്കകത്തൂടെ പോകുമ്പോൾ തന്നെയാണ്. ആക്ച്വലി അപ്പുറത്തും ഇപ്പുറത്തും ക്ലാപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, വേർഷിപ്പ് ലീഡറുണ്ട്, പറയാൻ കൈ പൊക്കണോ കാല് പൊക്കണോ, എന്ത് ചെയ്യണം, പാസ്റ്ററുണ്ട് ഓർപ്പിക്കാനായിട്ട് ഹല്ലേലൂയ പറയണം എന്നുള്ളത്. അങ്ങനെ വരുമ്പം ഫെയ്ത്ത്ഫുള്ളൊക്കെ ആവാൻ ഭയങ്കര സുഖമാണ്. ആക്ച്വലി കെയർസൽ ലീഡറുണ്ട് വിളിച്ച് ചോദിക്കാനായിട്ട്, ബൈബിള് വായിച്ചോ, എന്താ ഇന്ന് വരാഞ്ഞേ, മൂക്കൊലിപ്പായിരുന്നു, വന്നില്ല, തോന്നിയില്ല. ഇങ്ങനെ എല്ലാം നന്നായിട്ട് നടക്കുമ്പോൾ ഫെയ്ത്ത്ഫുൾ ആവാൻ ഇച്ചിരി എളുപ്പമാണ്. പക്ഷേ യഥാർത്ഥ മാറ്റ് അറിയുന്നത് തീക്കകത്തൂടെ പോകുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ. അതിൽ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ല എന്നല്ല. നമുക്ക് ദൈവം നമ്മളെ വളർത്തുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഹല്ലേലൂയ. നമ്മൾ ജയത്തിൽ നിന്ന് പഠിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തോൽവിയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? ജോയ്സ് മേയർ പറയുന്നത്, പ്ലീസ് അലൗ യുവർ ചിൽഡ്രൻ ടു മേക്ക് മിസ്റ്റേക്സ് ആസ് ഏർലി ആസ് പോസിബിൾ. കാരണം ബാക്കി ഒരു നല്ല ജീവിതം ഇനിയും കിടക്കുക. ഇതിനകത്ത് ആ ഗുട്ടൻസ് പിടികിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് ജീവിക്കാനായിട്ട്. Amen. So true faithfulness is revealed in the midst of fire. ദാനിയേൽ 3:16-18 അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഭയങ്കര രാജാവ് അവരൊക്കെ ആക്കിയിട്ട് ഭയങ്കര പഞ്ചാര ചക്കരയാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഒരു കൽപ്പന കൊടുക്കുക, ഇതിൻ്റെ ഫ്രണ്ടിൽ ബാവ് ചെയ്തില്ലെങ്കിൽ ഒക്കത്തില്ല, നിങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി പെട്ടെന്ന് പറയാൻ നേരെ അതിനകത്തോട്ട് ഞാൻ കൊണ്ടിടുവന്ന്.
അപ്പോൾ അവിടെ അവരെങ്ങനെ തിരിച്ച് പറയുന്നത് ശ്രദ്ധിച്ചു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറെ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഇതിനകത്ത് ചോദ്യമില്ല, പറച്ചിലില്ല, ഡിസ്കഷനേ ഇല്ലെന്നാണ് പറയുന്നത്. അയ്യോ, അതെന്തിനാ ചോദിച്ചോ? ഞങ്ങൾ ഇത്രയും കാലം കണ്ടിട്ട് മനസ്സിലായില്ല. ചോദിക്കണ്ടായിരുന്നല്ലോ, തീരുമാനം അങ്ങ് എടുത്താൽ മതിയായിരുന്നല്ലോ. ഇതിനകത്തൊന്നും പറയാനില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? പല വ്യക്തികളുടെയും പ്രയാസം എന്ന് പറയുന്നത്, അയ്യോ അതെന്താ ദൈവം പാസ്റ്റർ ആ സാഹചര്യത്തിൽ ഇടപെട്ട് നിർത്താഞ്ഞത്? അതെന്താ പാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? അത് കർത്താവിന് തടയാൻ കർത്താവിനെല്ലാം കഴിയും. പക്ഷേ ദൈവം ഇടപെടുന്ന രീതികളുണ്ട്. മനുഷ്യന് ദൈവം അധികാരം തന്നിട്ട് എല്ലാം ദൈവം ചെയ്യാനാണെങ്കിൽ പിന്നെ മനുഷ്യന് തീരുമാനത്തിൻ്റെ ശക്തി ആവശ്യമില്ലായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് അനുസരണത്തിലൂടെയാണ്. സോ ദൈവം അധികാരമണ്ഡലം മനുഷ്യൻ്റെ കയ്യിൽ തരാനും മനുഷ്യൻ ദൈവത്തെ മാനിച്ച് ജീവിക്കാനും ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇവിടെ കഴിയുമെങ്കിൽ എന്ന് പറയുന്നത് വലിയ വിഷയമല്ല. ദൈവം വിടുവിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്ക്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ, അത് ദൈവ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ അവൻ ഞങ്ങളെ ഇതിനകത്ത് നിന്ന് വിടുവിക്കും. അത് രാജാവ് എത്ര വലിയ ആൾക്കാരെ വെച്ചാലും ശരി, എത്ര ഡിഗ്രി കൂട്ടിയാലും ശരി, എത്ര തീച്ചൂളം ഉണ്ടാക്കിയാലും ശരി, ഞങ്ങളുടെ ദൈവം ഇതിനകത്ത് ഞങ്ങളെ വിടുവിക്കാൻ തീരുമാനിച്ചോ ഞങ്ങൾ പുറത്ത് വന്നിരിക്കും. അല്ലെങ്കിലും, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും ഉത്തരം പറഞ്ഞു. ഈ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞത് കലരുവാൻ ആക്ച്വലി അവർക്ക് യാതൊരു താല്പര്യവുമില്ല. കലർന്നു പോകാനായിട്ട് ലോകവുമായിട്ട് നമ്മൾ ഇടപെടണം. പക്ഷെ ലോകത്തിൻ്റെ നിലവാരത്തെ എടുത്ത് ഇത് കുഴപ്പമില്ല എന്ന് പറയാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, ഏത് കാര്യങ്ങൾക്കാ, ദൈവികമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ തലകുനിക്കുന്നുണ്ടോ? ചിന്തിച്ചാട്ടെ. ശേഷിപ്പാകണമെങ്കിൽ നാം അതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. ദൈവമല്ലാത്ത ഏത് കാര്യത്തെ നമ്മൾ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നോ അത് നമ്മളെ ശോഷിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളിൽ നിന്ന് ജീവൻ എടുത്തുകൊണ്ടേയിരിക്കും. ഞാനും കൂടെ ജീവനും സത്യവും വഴിയുമൊന്നും ആണെന്നല്ല പറഞ്ഞത്. ഞാൻ മാത്രം ജീവനും സത്യവും പുനരുത്ഥാനവുമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവനാകുന്ന യേശുവിനെ ചൂസ് ചെയ്യാതെ വേറെ എന്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ശേഷിക്കുന്നതിന് പകരം ഞാൻ ശോഷിച്ചുകൊണ്ടേയിരിക്കും. ഏത് കാര്യങ്ങൾക്ക് മുമ്പിലാണ്, ഏത് തീച്ചോള കാണുമ്പോഴാണ് ഇന്ന് നിങ്ങൾ തലകുനിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് കർത്താവേ, ഇതിനു മുമ്പിൽ ഞാൻ ഇനിയും തലകുനിക്കത്തില്ല, എനിക്ക് ശേഷിപ്പാകണം. നിങ്ങളെ തെറ്റായിട്ട് ധരിക്കുമ്പം, പരിഹസിക്കപ്പെടുമ്പം, ഉപദ്രവിക്കപ്പെടുമ്പം എന്തുവാ നിങ്ങളുടെ ശരിക്കുള്ള നിറം? ആ നിറം വെളിപ്പെട്ടല്ലോ, അതാ ഇതിനകത്തെ വലിയ സംഭവം. എന്ത് കളറാന്നുള്ളത് പിന്നത്തെ കാര്യം. കാരണം എന്താണെന്നറിയോ, കളറൊന്നും അറിയാതെ നമ്മൾ നരകത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റായി. ഒരു പരീക്ഷ റിസൾട്ട് വന്നല്ലോ, 5ൽ 1/2 മാർക്ക്, വലിയ വെളിപ്പാടായിരുന്നത്. ആ വെളിപ്പാടിൻ്റെ പാട് മൊത്തം മേത്ത് കിടക്കുക. അത് നമ്മളെ ഉണർവിലോട്ട് നയിക്കണം. 5ൽ 1/2 അപ്പം ഈ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്, പ്രതികരണം എന്താ? ദൈവം ആക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ചില സാഹചര്യങ്ങളിൽ മിസ്അണ്ടർസ്റ്റുഡ്, മലയാളത്തിൽ മാത്രം തേപ്പ് നടക്കുമ്പം, ഞാൻ തുണി തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരനെ വിളിച്ചു, പാസ്റ്റർ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു, തുണി തേച്ചോണ്ട്. അയ്യോ 2 തേപ്പ് പാസ്റ്ററിന് ഹാൻഡിൽ. ഞാനൊരു തേപ്പിൻ്റെ കാര്യം പറയാൻ വിടർന്നു. 2 തേപ്പ് പാസ്റ്ററിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വാട്ട് ഹാപ്പൻസ് ടു യു? എന്തുവാ ഹൃദയത്തിൽ സംഭവിക്കുന്നത്? വിശ്വസ്തത എന്ന് പറയുന്നത് പെരുമയ്ക്കുമേൽ അനുസരണം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആരുമില്ലെങ്കിലും
നമ്മൾ സ്നാനത്തിൻ്റെ സമയത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരുപക്ഷെ ഈ ലോകത്തിൽ ആരും ദൈവത്തിനോട് നടക്കുന്നില്ലെങ്കിലും നിങ്ങൾ അനുസരിക്കുമോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ജോൺ വന്ന് പറഞ്ഞത്, ഏതായാലും നമ്മൾ മാത്രമല്ല, ഒരു 7000 പേരൊക്കെ ശേഷിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട് വേറെ. So faithfulness is choosing obedience over popularity. വലിയ പെരുമയൊന്നുമില്ല, ഞാൻ അനുസരിക്കുമോ? വിട്ടുവീഴ്ചയ്ക്ക് പകരം ഞാൻ സത്യത്തെ തിരഞ്ഞെടുക്കുമോ? മനുഷ്യരുടെ കയ്യടിക്ക് പകരം ദൈവത്തിൻ്റെ അപ്രൂവൽ ഞാൻ ചൂസ് ചെയ്യുമോ? വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായി വിശ്വസ്തയുടെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം കണ്ടുകൊണ്ടിരിക്കണം. രണ്ടാമതായിട്ട് നാം തീയിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അത് പേഴ്സണലായിട്ടൊന്നും എടുക്കണ്ട, പ്രാർത്ഥനയിൽ എടുത്താൽ മതി. അത് നമ്മുടെ ശരിക്കുള്ള കളറൊക്കെ പുറത്ത് വന്നു. അപ്പം അത് പ്രാർത്ഥനയിൽ എടുത്ത് കർത്താവിൻ്റെ കൂടെ കൈകാര്യം ചെയ്യുക. മൂന്നാമതായിട്ട് ദർ ഇസ് എ ഡെയിലി ബിഫോർ എ ഡ്രമാറ്റിക് ഫെയ്ത്ത്. നാം പലപ്പോഴും കാണുന്നത് ആ തീച്ചുളയിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ഗിദെയോൻ തകർത്തു, അല്ലെങ്കിൽ ഒരു വലിയ വിശ്വാസത്തിൻ്റെ പ്രകടനത്തിന് മുൻപ് ദൈനംദിനമായിട്ടുള്ള വിശ്വാസ ജീവിതത്തിൻ്റെ സപ്പോർട്ട് അവിടെ ഉണ്ട്. നാം പല വ്യക്തികളെക്കുറിച്ച് നാം തിരുവചനത്തിൽ നോക്കുമ്പോൾ അവരൊന്നും ദിവസവും അങ്ങ് അത്ഭുതമൊന്നും ചെയ്തുകൊണ്ടിരിക്കുകയൊന്നുമല്ലായിരുന്നു. മിക്കവരുടെ ജീവിതത്തിലും വിരലിലെണ്ണാവുന്ന 10ൽ കുറഞ്ഞ കുറച്ച് അനുഭവങ്ങളുണ്ട്. ഗിദെയോനെ കുറിച്ച് നാം പ്രധാനമായിട്ട് കാണുന്ന 1-2 സാഹചര്യങ്ങളുണ്ട്, അല്ലേ? അപ്പം ഈ ജീവിതകാലത്തിൽ അവർ ചെയ്ത ഒരു വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഡ്രാമാറ്റിക് ഇവൻ്റ് മാത്രമല്ല, അതിന് പുറകിലൊരു ഡെയിലി വാക്കുണ്ട്. വിശ്വാസത്തിൻ്റെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നെങ്കിൽ, ജിമ്മിൽ പോകുന്നത് പോലെ ഒരു ദിവസം ആ വലിയ വെയിറ്റ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ച് ടങ്സിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന് പോയി ഡെയിലി എക്സസൈസ് ചെയ്യണം. ഞാൻ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുമ്പോൾ എൻ്റെ ഗോലിയാത്ത് വരുമ്പോൾ അതിനെ ജയിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 16:10 പറയുന്ന, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. ഈ ദൈനംദിന വിശ്വാസ ജീവിതം എങ്ങനെ ഇരിക്കും കണ്ടാലായിട്ട്? എന്നും പ്രാർത്ഥിക്കുക. പഞ്ചില്ലാത്ത കാര്യമാണ്, എന്നാലും എന്നും പ്രാർത്ഥിക്കുക, എന്നും ബൈബിൾ വായിക്കുക. കാരണം എന്താ? എന്നെ നയിക്കുന്നത് കർത്താവ് തന്നെയാണെന്ന ഓരോ തവണയും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അർത്ഥം അതാ. ഞാൻ നിലനിൽക്കുന്നത്, നാം നേരത്തെ വിലാപങ്ങളിൽ വായിച്ചതുപോലെ, വിലാപങ്ങളിൽ നല്ല വാക്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വിലാപം മുഴുവൻ കരച്ചിലൊന്നും അല്ല, നല്ല വാക്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വായിച്ചതുപോലെ, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. സോ ഓരോ തവണയും നാം ദൈവഭാഗത്ത് പോകുമ്പോൾ, നാം പ്രാർത്ഥനയിൽ സമയമെടുക്കുമ്പോൾ, ഐ എം ജസ്റ്റ് ടെല്ലിങ്, ഹേ, നോയിങ് യു മാറ്റേഴ്സ്. ദൈവത്തെ അറിയുന്നത് ഒരു വളരെ നിർണായക കാര്യമാണ്. അതുകൊണ്ട് ഇന്നിവിടെ ശേഷിപ്പിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ തിരുവചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, ഒരു 15 മിനിറ്റ് അങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ടെ. ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു തുടങ്ങിയാട്ടെ. വാസ്റ്റർ ഒന്നും തോന്നണ്ട, പ്രാർത്ഥിച്ചാൽ മതി. തോന്നണ്ട, വായിച്ചാൽ മതി. ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ട്. നമ്മുടെ അകത്ത് മരിച്ചു കിടക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ ജീവിപ്പിക്കുന്നത് നാം അതിൽ തന്നെ ഉറ്റിരിക്കുമ്പോഴാണ്. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ജോലി സ്ഥലത്ത് വിശ്വസ്തയോടെ ആയിരിക്കുക, സത്യസന്ധത ഉള്ളതായിരിക്കുക. ആരും കാണാത്തപ്പോൾ ടു ഹാവ് എ പ്യൂരിറ്റി. സ്നേഹിക്കാൻ കഴിയാത്തവരെ സ്നേഹിക്കുക. തോന്നാത്തപ്പോഴും ശുശ്രൂഷിക്കുക. ആരും കാണാത്തപ്പോഴും ശുശ്രൂഷിക്കുക. ഇതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ. ദൈവം എല്ലാവരെയും പോപ്പുലർ ആവാൻ, ഫേമസ് ആവാൻ വിളിച്ചിട്ടില്ല, പക്ഷേ ഫെയ്ത്ത്ഫുൾ ആവാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണുന്നില്ല, എടുക്കുന്നില്ല, എന്നോട് ചോദിച്ചില്ല, പറഞ്ഞില്ല, ഒരു വാക്കുപോലും മിണ്ടിയില്ല, ചിരിച്ചില്ല, അതിലൊന്നും കാര്യമില്ല. കാരണം എന്തുവാ? നമ്മൾ ചെയ്യുന്നതെല്ലാം ആർക്ക് വേണ്ടി ചെയ്യണമെന്നാ പറഞ്ഞ്?
കർത്താവിനെന്നവണ്ണം ചെയ്യുന്നതെങ്കിൽ കർത്താവ് അതിൻ്റെ പ്രതിഫലം തരുന്ന. പിന്നെ പാസ്റ്റർ വല്ലതും പറഞ്ഞാൽ ബോണസാണ്. ചിലപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ, കർത്താവേ ഇത് എത്ര നാൾ വരെ ഞാൻ ഇതൊക്കെ ചെയ്യണമെന്നായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങളെ നോക്കാൻ സമയം കിട്ടിയില്ലായിരിക്കും. എല്ലാവരും നമ്മൾ ദൈവത്തിനെന്നവണ്ണം ചെയ്യുന്നതെല്ലാം ചെയ്യാനായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, ആരും ചിലപ്പോൾ നോക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാട്ടെ. അവർക്ക് ഇച്ചിരി വിഷമായെന്ന് തോന്നുമെങ്കിൽ പറഞ്ഞാട്ടെ, പക്ഷെ ദൈവം കാണുന്നുണ്ടെന്ന് പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം എന്താണെന്ന് പറയുക പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നത് ദൈവം അന്ത്യനാളുകളിൽ ഈ ശേഷിപ്പിനെ ഒന്നിച്ചു കൊണ്ടുവരും. എങ്ങനാ? വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലോ? സോന ചിലപ്പം അയ്യോ ബ്രോഡ്കാസ്റ്റ് അയച്ചില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയക്കുന്നതാണ്. അത് കിട്ടിയിട്ട് ക്ലിക്ക് ചെയ്യാൻ നിൽക്കുക എത്രയോ പേര്. അല്ല, എങ്ങനാ ഈ ഗ്യാദർ ചെയ്യാനുള്ള പരിപാടി എന്തുവാ? വളരെ സുപ്രധാന ചോദ്യമാണ്. ആർ യു ബീങ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്? അതാ ബ്രോഡ്കാസ്റ്റ്. ശോഷിച്ചു പോയല്ലേ, അതൊരു ഹെൽപ്ഫുൾ അല്ലാത്ത ഗ്രൂപ്പാണ്. ശേഷിപ്പിനകത്ത് വരണേ. നമുക്കതിന് വേണ്ട കാര്യങ്ങൾ ഇപ്പം ചെയ്യാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ടേ, നമുക്കത് ചെയ്യാം. പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യാത്ത ഒരാളെ ലീഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവിന് ഭയങ്കര പാടാ. തള്ളിയൊക്കെ കൊണ്ടുപോയൊക്കെ ചെയ്യണം. ഞാൻ ഓർക്കുന്ന ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ലീഡ് ചെയ്ത ചില സമയങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. ഇങ്ങനെ വരച്ചും എഴുതിയൊക്കെ തരുമായിരുന്നു. കാരണം എന്താ, ആ വേഴ്സ് ഒന്നും ഓർമ്മയെ പോലും ഇല്ല, വായിച്ച് ഓർമ്മയൊന്നുമില്ല, ഇങ്ങനെ എഴുതി തരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ വചനം വായിച്ച് 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 അത് ഹൃദയത്തിൽ ഒരുപാട് വായിച്ചെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വായിച്ചതെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം പരിശുദ്ധാത്മാവ് ആ വാക്കെന്ന് പറയുന്ന ഉടനെ ഇറ്റ് ഈസ് ഇൻ മീ. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ഒരാളെ പരിശുദ്ധാത്മാവിന് തള്ളിക്കൊണ്ടുകൊണ്ടൊക്കെ വരും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജോലി ഒരു ഇച്ചിരി എളുപ്പമാക്കി കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമെടുത്താട്ടെ, തിരുവചനം വായിക്കണം. ഒരു കുടുംബം എന്നോട് പറയുകയാണ്, നീ സെർവ് ചെയ്യുന്നതിനെ കുറിച്ച്, പാസ്റ്റർ ഞങ്ങൾക്ക് ഈ ഫ്രണ്ട് വരാനൊന്നും ഒരു താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ബാക്കി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾക്ക് ദൈവത്തിന്. ഞാൻ പറഞ്ഞു, കർത്താവെ കേട്ടല്ലോ, വിടല്ലേ അവരെ, വിടല്ലേ. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ആ ഫ്രണ്ട് വേണ്ടത്. കാരണം അവർ വരുന്നത് ഇതിനു വേണ്ടി അല്ല എന്ന് കർത്താവിന് വളരെ ക്ലിയറാണ്. ഫേമസ് ആയില്ലെങ്കിലും നമുക്ക് ഫെയ്ത്ത്ഫുൾ ആവാൻ തീരുമാനിക്കാം. ഞാനൊരു ചെറിയ എന്നാൽ വളരെ ശക്തമായിട്ടുള്ളൊരു കഥയും കൂടെ പറഞ്ഞ് നിർത്താം. സമയം 10 കഴിഞ്ഞു. ഞാൻ ഇന്ന് നൊട്ടോറിയസ് റിസ്റ്റിനകത്ത് കയറും. I want you to know that you are capable of your ministry. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന, ശേഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിന്ന് ദൈവം വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് അത് നന്നായിട്ട് ചെയ്യാൻ നിങ്ങൾ ശക്തരാണ്. അതിനകത്ത് നമ്മുടെ മിടുക്കല്ല പ്രധാനം, അതിനകത്ത് ദൈവ സാന്നിധ്യമാണ് പ്രധാനം. നിങ്ങൾ ജോണി എറിക്സൺ ടാഡാന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയുക. ജോണി എറിക്സൺ ടാഡ എന്ന് പറയുന്ന വ്യക്തി, മീഡിയ ടീം ഒക്കുമെങ്കിൽ ആ ഫോട്ടോസ് ഒന്ന് കാണിക്കണേ പറ്റുമ്പോൾ. ജോണി എറിക്സൺ ടാഡ നമ്മളെല്ലാവരെയും പോലെ ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അസാധാരണമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ട്രാജഡി ടു ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്, തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. 1949 ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. ഒരു ടീനേജറായിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈക്കിങ്, ഹോഴ്സ് ബാക്ക് റൈഡിങ്, ടെന്നീസും സ്വിമ്മിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 17-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഹൈക്ക് ചെയ്യുകയും ചാടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പൂളിലേക്ക് അല്ലെങ്കിൽ ഒരു ബേയിലേക്ക് ചാടിയപ്പോഴത്തേക്കും അതിൻ്റെ ആഴം ശരിക്കും മനസ്സിലാവാതെ നേരെ ചെന്ന് ചാടി ഒരു വലിയ ഒരു ആക്സിഡൻറ്റ് പോലെ സംഭവിച്ച്
നട്ടലിന് ക്ഷതമുണ്ടായിട്ട് തോളിന് താഴത്തേക്ക് തളർന്നു പോയി. ക്വാഡ്രപ്ലീജിക് അല്ലെങ്കിൽ ടെട്രാപ്ലീജിക് എന്ന് പറയുന്നത് തോളിന് താഴത്തേക്ക് തളർന്നു പോയി. ഒരുപാട് ആദ്യ സമയങ്ങളിൽ ഒരുപാട് ദേഷ്യവും, അതുകൊണ്ടാണ് ഈ വീൽ ചെയറിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ദേഷ്യവും ഡിപ്രഷനും സൂയിസൈഡിലായിട്ടുള്ള തോട്ട്സ് എല്ലാം ആദ്യം വന്നു. പക്ഷെ പുള്ളിക്കാരി ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഒരു തീരുമാനമെടുത്തു. എൻ്റെ ഉള്ള ശേഷിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഞാനിന്ന് പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ ആരെങ്കിലും ഇവിടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ശക്തരാണ്. അത് ദൈവം നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ നിയമനം നമ്മുടെ മേലുള്ളത് കൊണ്ടും നാം വിധേയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ വരുമ്പോഴും അതെല്ലാം നടക്കുന്നത് നാം കാണാൻ പോവാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അപ്പം ജോണി ഒരു തീരുമാനമെടുത്തു. ഇത്രയേ ഉള്ളൂ ബാക്കി, കഴുത്തൊക്കെ ഉള്ളൂ ബാക്കി, തോളിന് താഴെ തളർന്നിരിക്കുക, ഇതൊക്കെ ഉള്ളൂ ബാക്കി, അതും കൊണ്ട് ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാൻ തീരുമാനിച്ചു. അപ്പോൾ ജോണി എന്ത് ചെയ്തു? ജോണി തൻ്റെ ജീവിതം ബെറ്റർ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് പെയിൻറ് ചെയ്യാൻ പഠിച്ചു. എങ്ങനെയാ? കടിച്ചു പിടിച്ച് പെയിൻറ് ചെയ്യാൻ പഠിച്ചു. ഇന്ന് ജോണിയുടെ പെയിൻറ്റിങ്സ് ലോകമെമ്പാടും വിൽക്കുകയാണ്. ജോണിയുടെ സിഗ്നേച്ചർ എന്താണെന്നറിയാമോ? PTL, പ്രൈസ് ദ ലോർഡ്. അതാ ജോണിയുടെ സിഗ്നേച്ചർ ഓരോ പടത്തിൻ്റെയും താഴെ. ആ പടം മേടിക്കുന്നവർ അല്ലെങ്കിൽ ആ ചിത്രം മേടിക്കുന്നവർ ചോദിക്കുന്നത് ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ അബൌട്ട് ജീസസ്. അയ്യോ, ചിലരുടെ കണ്ണ് നിറയുന്നു. കഴിഞ്ഞില്ല കേട്ടോ, തുടങ്ങിയതേ ഉള്ളേ. 1976 ബെസ്റ്റ് സെല്ലിംഗ് ആത്മകഥ ജോണി ആൻഡ് അൺഫർഗറ്റബിൾ സ്റ്റോറി ഇറങ്ങി. അത് പിന്നീട് 1980 ഒരു പടമായി. അത് ഫിനാൻസ് ചെയ്തത് ബില്ലി ഗ്രഹാമാണ്. ജോണി വെറും 50 പുസ്തകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പറഞ്ഞാട്ടെ, നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ടെ, എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ശക്തനാണെന്ന് പറഞ്ഞാട്ടെ. 50 പുസ്തകം പ്രത്യേകമായിട്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ജോണി എഴുതി. അത് കഴിഞ്ഞ് 1979 ജോണിയും തൻ്റെ ഭർത്താവും, അവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഭർത്താവ് പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നതെല്ലാം തക്ക സമയത്ത് നടക്കുമെന്ന് പറഞ്ഞാട്ടെ. ജോണിയും ജോണിയുടെ ഭർത്താവും കൂടെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. ജോണി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന മിനിസ്ട്രി ആയിരക്കണക്കിന് കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാം. വീൽസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ്? ഏതൊരു വീൽ കിട്ടിക്കഴിഞ്ഞാലും, വീൽ ചെയർ കിട്ടിക്കഴിഞ്ഞാലും അത് നന്നാക്കി ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന പ്രോഗ്രാം. അത് തുടങ്ങിയത് ചെറിയ നമ്പറിലായിരുന്നു. ഇപ്പം ജോണി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ലോകമെമ്പാടും അറിയുന്ന ഒരു മിനിസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. ജോണി ആൻഡ് ഫ്രണ്ട്സ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഫാമിലി റിട്രീറ്റ്സ് നടത്തുന്നു, ചർച്ചിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഈ ഓർഗനൈസേഷൻ ആയിരക്കണക്കിന് വീൽ ചെയറുകളും ബൈബിളും ലോകമെമ്പാടും വിതരണം ചെയ്തിരിക്കുന്നു. പറഞ്ഞാട്ടെ, നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ടെ, എൻ്റെ ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ജോണി നാഷണൽ കൗൺസിൽ ഓഫ് ഡിസബിലിറ്റി അണ്ടർ പ്രസിഡന്റ് റീഗൻ ആ കൗൺസിലിൽ അപ്പോയിൻറ്റഡ് ആയി. ലേ പേഴ്സൺ ഓഫ് ദ ഇയർ, ചർച്ച് വുമൺ ഓഫ് ദ ഇയർ, ഗോൾഡൻ പ്ലേറ്റ് അവാർഡ്, കറേജ് ആൻഡ് വിക്ടറി അവാർഡ്സ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഞങ്ങൾ PhD തന്നോട്ടെ എന്ന് ചോദിച്ചു. ഓണററി ഡോക്ടറേറ്റ്സ് കൺഫേർഡ് ഇൻ ടു ഹർ ലൈഫ്. ജോണിയുടെ പ്രോഗ്രാം ജോണി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ്റെ റേഡിയോ പ്രോഗ്രാം ഡയമണ്ട്സ് ഇൻ ദ ഡസ്റ്റ്, പൊടിയിലുള്ള വൈരങ്ങൾ
എന്ന് പറയുന്ന ആ പ്രോഗ്രാം ആയിരക്കണക്കിന് സ്റ്റേഷൻസിൽ ഓരോ ആഴ്ചയും മിനിമം 1 മില്യൺ ആൾക്കാരെങ്കിലും അത് ശ്രദ്ധിക്കുന്നു. ജോണി 2018-19 സ്റ്റേജ് 3 ബ്രസ്റ്റ് ക്യാൻസർ അതിജീവിച്ചു 2 തവണ, 2010-ലും 2018-ലും. പ്രയാസത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുന്ന അനേകർക്ക് ആശ്വാസമായിട്ട് മാറി. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് തരുന്ന ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പെട്ടെന്ന് ചില ചിന്തകളും കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ശേഷിപ്പാവാന്നുള്ളൊരു തീരുമാനം കൊണ്ട് നമ്മൾ മടങ്ങിപ്പോകാൻ പോവാം. ഹല്ലേലൂയ. ശേഷിക്കാനായിട്ട് ഒരു പക്ഷേ ശരീരം ഒന്നുമല്ല ആവശ്യം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് തന്നെ മനസ്സിലായി അല്ലേ. ജോണിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ആക്ച്വലി ഒത്തിരി വളരെ രസകരമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻസ്പയറിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ വ്യക്തിയുടെ ബുക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ദ ഫസ്റ്റ് തിങ് ഇസ് ആക്ച്വലി പാരാലിസിസ് ടു പ്ലാറ്റ്ഫോം. നാം എന്ത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നോ തിരുവചനം പറയുന്നത് എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അതുകൊണ്ട് ഇന്ന് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ശേഷിപ്പിൻ്റെ ഭാഗമാക്കത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. അവിടെ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരികയാണ് ചെയ്യണത്. ഇത് പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞ വാക്യം. അവിടെ എന്താ സംഭവിച്ചത്? തൻ്റെ ശൂലത്തെക്കുറിച്ച് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടിരുന്ന വിഷമിക്കുകയല്ല ചെയ്തത്, താൻ ദൈവത്തോട് ഇടപെട്ടു. ഹല്ലേലൂയ. എന്ത് ഏരിയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാരാലിസിസ് ആയിട്ട് നിൽക്കുന്നത്, അത് ദൈവത്തോട് പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും വ്യക്തികളോട് പറയുന്നതിൻ്റെയും അന്യോന്യം താങ്ങുന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. എന്നാൽ ദൈവമാണ് നമ്മളെ നിർത്തുന്നതും, ദൈവമാണ് നമ്മുടെ ശേഷിപ്പിൻ്റെ ദൈവം. ദൈവത്തോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ബലഹീനതയിൽ ശക്തി തികഞ്ഞു വരുവാൻ കാരണമാകും. റോമൻസ് 8:28 പറയുന്നു, ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട ദൈവദാസിയുടെ കാര്യം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, 2 കാലും കൈയും എല്ലാം ഉണ്ട്. ഇതുവരെ ഇതിൻ്റെ പകുതിയോ കാലോ ഈ ജീവിതകാലം മുഴുവൻ ചെയ്താലും ചെയ്യുമോയെന്ന് അറിയത്തില്ല. God has a reason if he allows suffering. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ അനുവദിക്കുന്നുവെങ്കിൽ അതിൽ നാം ഓടിപ്പോകാതെ ദൈവം ഇതിൽ നിന്ന് എന്ത് ഉദ്ദേശിക്കുന്നു, കർത്താവെ എന്ത് അങ്ങ് എന്നോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം ചോദിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ പലപ്പോഴും അത് നമ്മുടെ ശുശ്രൂഷയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോണിയുടെ ജീവിതം കാണിക്കുന്നത് ആത്മീയമായിട്ടുള്ള സൗഖ്യമാണ് ശാരീരികമായിട്ടുള്ള സൗഖ്യത്തെക്കാൾ വലുതെന്നാണ് കാണിക്കുന്നത്. തൻ്റെ ശരീരത്തിന് ഇതുവരെ സൗഖ്യമായിട്ടില്ല, എന്നാൽ തൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടുകയും അനേകരുടെ രക്ഷയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഡാനിയൽ കൊലൻഡ എന്ന് പറയുന്ന ദേവദാസൻ പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഡെഫിനറ്റ്ലി സാൽവേഷൻ ഇസ് എ ഗ്രേറ്റർ മിറക്കിൾ. കാരണം എന്താ? രക്ഷയാ നിശ്ചയമായും ഏറ്റവും വലിയ അത്ഭുതം. കാരണം എന്താ? ശരീരത്തിൽ സൗഖ്യം കിട്ടിയിട്ട് ആ ആൾ യേശുവില്ലാത്ത നിത്യതയിൽ പോയി കഴിഞ്ഞാൽ ആ അത്ഭുതം കൊണ്ട് എന്ത് പ്രയോജനം? ജോണിയുടെ ജീവിതം നമ്മെ കാണിക്കുന്നത് ജോയ് ഇസ് എ ചോയ്സ്. ചിലർ ചിന്തിക്കുന്നത് ഈ ഒന്നെങ്കിൽ വേദന അല്ലെങ്കിൽ സന്തോഷം. ഇല്ല, വേദനയുടെ മധ്യേയും നമുക്ക് സന്തോഷിക്കാനായിട്ട് ദൈവം കൃപ തരും. അതല്ലേ നമ്മൾ ഹബക്കൂക്കിൻ്റെ പുസ്തകം 3:17-19 വരെ നാം വായിക്കുമ്പോൾ അത് കാണുന്നത്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. നേരത്തെ പാസ്റ്റർ ബി പറഞ്ഞതുപോലെ ചുറ്റും ഡെസ്പ് സിറ്റുവേഷനാണ്, മൊത്തം ഇളകി കിടക്കുവാണ്. പക്ഷേ പാറമേൽ നിൽക്കുന്നവൻ എന്താ പറയുന്നത്? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അത് ദൈവജ്ഞാനത്തിൽ നിന്ന് വരുന്നൊരു പ്രഖ്യാപന. കാരണം എന്താ? ബാക്കി എല്ലാം ഉണ്ട്, അത്തിവൃക്ഷം 3-4 ഉണ്ട്, നല്ല കൊലയുണ്ട്, എല്ലാം ഉണ്ട്, രക്ഷയില്ലെങ്കിൽ കാര്യമില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഹബക്കൂക്ക് അങ്ങനെ പറയുന്നത്. രക്ഷ ഉണ്ടെങ്കിൽ ദെൻ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എന്നിട്ട് സംഗീത പ്രമാണിക്ക് ചുമ്മാതല്ല, തന്ത്രി നാദത്തോടെ ഇൻസ്ട്രുമെന്റ് വെച്ചാ കൂട്ടുന്നേ. ഹല്ലേലൂയ. ചിലർ ചോദിക്കാണ്, പാസ്റ്റർ ഇത്രയും സൗണ്ടും ഇത്രയും എക്യുപ്മെന്റ്സ് ഒക്കെ വേണോ? കർത്താവിന് വേണ്ടി അല്ലാതെ പിന്നെ വേറെ ആർക്കാ എക്യുപ്മെന്റ്സ് കൊടുക്കണ്ടേ? ഹല്ലേലൂയ.
നാം എല്ലാവരും ദൈവശരീരത്തിൻ്റെ ഭാഗമാണ്. 1 കൊരിന്ത്യർ 12:22 പറയുന്നത്, ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ജോണിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും തനിക്ക് ആ കൂട്ടത്തിലുള്ള ചില വ്യക്തികളുടെ ഭാരങ്ങളെക്കുറിച്ച് മനസ്സിലാകുകയും ഒരുപക്ഷെ ലോകം പാർശ്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരിലേക്ക് ഒരു മിനിസ്ട്രി അവിടെ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. I want to encourage you today. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുവാ നിങ്ങളുടെ അകത്തുള്ള വലിയ വേദന? അതിൽ കർത്താവ് നിങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഏത് കൂട്ടം ജനത്തിനെ കുറിച്ചാണ് നിങ്ങൾക്കൊരു ഭാരം കർത്താവ് തരുന്നത്? അതിൽ ചെയ്യാൻ കഴിയുന്നത് ദൈവകൃപയാൽ ചെയ്തു തുടങ്ങിയാട്ടെ. റോമർ 8:18 പറയുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അങ്ങനെ ചുമ്മാ സാരമില്ല എന്ന് എണ്ണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ കാര്യം പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ മാത്രമേ എണ്ണാൻ പറ്റത്തുള്ളേ. ചില സമയത്ത് ചില കൗൺസിലിംഗ് സെഷൻസ് എല്ലാം കഴിയുമ്പം ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ ഇടയ്ക്ക് ചോറുണ്ടെന്ന സമയത്ത് സോണ നമുക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പലയിടത്തും ഇങ്ങനെ കത്തിത്തീരുവാണ്. കുഴപ്പമില്ല, നമ്മൾ വലിയ തിരക്കല്ല കേട്ടോ, ആരെയും പുച്ഛിക്കാനല്ല. തിരുവചനം നമ്മൾ പറയുന്നതാ, ഈ കഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പം വരുവാനുള്ള തേജസ്സിനെ കുറിച്ച് വിചാരിച്ചാൽ മാത്രമേ ഇതിനെ നൊടിനേരം എന്ന് എണ്ണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്ത് പോകുന്ന പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചാട്ടെ, അല്പനേരം ഇവിടെ. ജോണിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്കും എല്ലാം എഴുതിയിരിക്കുന്നത്, ഞാൻ ആ നാളിൽ എൻ്റെ നാഥൻ്റെ മുമ്പാകെ ഞാൻ ഡാൻസ് കളിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയൻ്റെ അടുക്കലേക്ക് ഓടിച്ചാടിച്ചെന്ന് കയറി ചെല്ലുമെന്നാണ് പറയുന്നത്. നാം നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യേ അതിൻ്റെ അകത്ത് കിടന്ന് താഴോട്ട് പോകാനല്ല കർത്താവ് പറയുന്നത്, നാം നിത്യതയുടെ പശ്ചാത്തലത്തിൽ തന്നെ എല്ലാം കാണുമെന്ന് തിരുവചനം പറയുന്നത്. അങ്ങനെ നാം വിചാരിച്ചാൽ ഇത് നൊടി നേരത്തിലേക്കുള്ള കഷ്ടങ്ങൾ. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിലായിട്ട് ജോണിയുടെ ജീവിതം മാറ്റിമറിച്ചത്, ജോണിയുടെ ജീവിതം മാത്രമല്ല, നാം തിരുവചനത്തിൽ നോക്കുമ്പോൾ എവിടെയെല്ലാം ദൈവം ശേഷിപ്പിനെ നിലനിർത്തിയിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവം വ്യക്തികളെ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇറ്റ് ഈസ് സറണ്ടർ ദാറ്റ് ലീഡ്സ് ടു ഗ്രേറ്റ് ഇൻറ്റിമസി. കർത്താവിന് ഹൈഡി ബേക്കറിൻ്റെ ജീവിതം നോക്കുമ്പോൾ അത് ദൈവദാസി പറയുന്നത്, എനിക്ക് മടുത്തു, ഒരു ദിവസം എനിക്ക് മടുത്തു. ഞാനെല്ലാം നിർത്താനായിട്ട് പറഞ്ഞ സമയത്ത് ഒരു പ്രത്യേക മീറ്റിങ്ങിനിടയ്ക്ക് ഞാൻ ദൈവത്തെ കണ്ടു. ഞാൻ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു കലർപ്പുമില്ലാത്ത സ്നേഹം. ഞാൻ എൻ്റെ വാക്ക് പിൻവലിച്ചു. പിന്നെ ഞാൻ പുറകോട്ട് നോക്കിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ നെഞ്ചത്ത് കരം വെച്ച് പറയാം, എൻ്റെ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ മിടുക്കല്ല, നാം ശേഷിപ്പാകുന്ന ജനമായി നാം വിശ്വസ്തയോടുകൂടെ നാം വിധേയപ്പെടുമ്പോൾ ദൈവം നമ്മെ അർത്ഥമുള്ള ജീവിതമാക്കി മാറ്റും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വി വാണ്ട് ടു ബി ദ ട്രൂ റെമനന്റ് ലോർഡ്. കർത്താവേ, ഞങ്ങൾ ശേഷിപ്പാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഇവിടെ ആരെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മടുപ്പിൻ്റെ അനുഭവത്തിലോ ഒരു സന്തോഷമില്ലാത്ത അനുഭവത്തിലാകുന്നെങ്കിൽ കർത്താവേ, ഇന്ന് വിശ്വസ്തരാകുവാൻ അവരെ സഹായിക്കണമേ. വിശ്വസ്തരാകുവാൻ അവരെ സഹായിക്കണമേ. ഐ പ്രേ ഡാഡി ഗ്രേസ് അപ്പോൺ എവ്രി വൺ. ദൈവകൃപ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരെങ്കിലും തീയുടെ അനുഭവത്തിലൂടെ പോകുന്നുവെങ്കിൽ അതിൽ വിശ്വസ്തരായിരിക്കാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾ ഒന്നിച്ച് സഭയായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരുടെ മേലും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു.
faithfulness in the midst of fire. വിശ്വസ്തത. കർത്താവേ, അവരുടെ പ്രയാസത്തിൻ്റെ മധ്യേ ദൈവം നാലാമനെ പോലെ വെളിപ്പെടണമേ. അവരുടെ പ്രശ്നത്തിൻ്റെ തീയുടെ മധ്യേ ദൈവത്തിൻ്റെ കരം കാണുവാൻ അവരെ സഹായിക്കണമേ. കർത്താവേ, ഈ അഗ്നിയേക്കാളും ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ കർത്താവ് അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയുടെ ആത്മീയ ജീവിതത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതം അനുദിന വിശ്വാസ ജീവിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിന വിശ്വാസ ജീവിതം. Oh, we pray, Lord, let us be faithful supernaturally in our daily life. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതം വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ ചോദിക്കുന്നു, ഞാനോ കുറയണം, ഞങ്ങളോ കുറയണം, കർത്താവ് മഹത്വപ്പെടണം. കർത്താവ്, ഞങ്ങളിൽ ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ പറഞ്ഞ ജോണിയുടെ കഥ, കർത്താവെ, ഞങ്ങളുടെ ചിലരുടെ കയ്യൊപ്പുകൾ മാറട്ടെ. ഞങ്ങളുടെ വ്യക്തിത്വത്തെക്കാൾ കൂടുതൽ കർത്താവിനെ അറിയിക്കുവാനാകട്ടെ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ പെരുമയേക്കാൾ കൂടുതൽ യേശുവിനെ അറിയിക്കുവാനാകട്ടെ ഞങ്ങളുടെ ആഗ്രഹം. കർത്താവ്, വിശ്വാസത്തിൻ്റെ അടുത്ത നിലവാരത്തിലുള്ളൊരു പകർച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സഭയിലേക്ക് അത് സംഭവിക്കട്ടെ. കർത്താവെ, ഓരോരുത്തരിലും കർത്താവ് ഫലം കായ്ക്കുവാൻ നിയമിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഫലമില്ലാത്ത അനുഭവമുള്ള ആരെല്ലാം ഇവിടെ ആയിരിക്കുന്നു, ഓൺലൈനായി കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഫലമില്ലാത്ത അനുഭവമായി ആരെല്ലാം ഇവിടെ ആയിരിക്കുന്നു, കർത്താവിൻ്റെ നിയമനത്തിൻ്റെ ഫേവർ അവരുടെ മേൽ കടന്നു വരട്ടെ. വിശ്വാസത്തിൻ്റെ ആ വലിയ പകർച്ച കർത്താവിൽ വലുതിനെ വിശ്വസിക്കുവാൻ ബലപ്പെടുത്തട്ടെ. Hallelujah. Thank you, Lord. പരിശുദ്ധാത്മാവ് റോബിൻ എന്നുള്ള പേരിൻ്റെ ആത്മാവിൽ കൊണ്ടുവരുന്നു. ഞാൻ കാണുന്നത് താങ്കളുടെ ഹൃദയത്തെ ദൈവം അറിയുന്നു. താങ്കൾ ദൈവത്തിൻ്റെ വരങ്ങളിൽ പ്രവർത്തിക്കുന്ന നാളുകൾ, ശക്തമായ ദൈവം ഉപയോഗിക്കുന്ന നാളുകൾ കടന്നു വരും. ഹല്ലേലൂയ. കർത്താവെ, അത്തിവൃക്ഷം തളർക്കുകയില്ലെങ്കിലും, കർത്താവെ, മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയായിട്ട് നടന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുവാനുള്ള കൃപ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവെ, ഇന്ന് ആരെല്ലാം സന്തോഷമില്ലാതെ കടന്നു വന്നിരിക്കുന്നു, അങ്ങയുടെ സന്തോഷത്താൽ നിറച്ച് മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.